ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ട്രെൻഡിങ്ങിലായിട്ടുള്ള ഒരു മീനിനെ കൊണ്ടുള്ള ഫ്രൈ ആണ്. അത് സ്പെഷ്യലായിട്ടുള്ള രീതിയിൽ നമ്മൾ ഒരു ഫ്രൈ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ വീഡിയോ ആണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പാനിൽ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇവിടെ വെളിച്ചെണ്ണ കുറച്ച് കട്ടിയായതുകൊണ്ട് ആണ് ഇങ്ങനെ കട്ടിയായിട്ടുള്ള വെളിച്ചെണ്ണ കേട്ടോ. അത് നമുക്കിപ്പോൾ മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂണ് ചുവപ്പ് മുളക് പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടിയും പിന്നെ അതുപോലെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഓൺ ആക്കുന്നില്ല കേട്ടോ. ഇതുപോലെ തന്നെ ആക്കിയിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കുറച്ച് സമയം നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ കുറച്ചൊന്ന് മെൽറ്റായിട്ട് കിട്ടും ഈ വെളിച്ചെണ്ണ. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കൈയെടുക്കാണ്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ട് ഇതിൻ്റെ കളറെല്ലാം കുറച്ചൊന്ന് ചേഞ്ച് ആയിട്ട് വരും. ആ രീതിയിൽ നമുക്കിത് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്, നല്ലൊരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി ചേർക്കാം. സവാളയാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. സവാള ഞാനിതിൽ ഒരു 2 ടീസ്പൂണ് സവാള ചേർത്തിട്ടുണ്ട്. അതുപോലെ ഞാനിതിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണിത്, അത് 1 ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയെടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒട്ടും കരിഞ്ഞു പോകാണ്ട് നമ്മളിതിപ്പം മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണ്ടെങ്കിൽ 1 സ്പൂണ് ചേർത്താൽ മതി, 1 ടീസ്പൂണ് ചേർത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇതിൽ 2 ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ് നമ്മളിപ്പോൾ ഈ ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴച്ചെടുക്കാം. ഒട്ടും കരിഞ്ഞു പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പുളിവെള്ളം ചേർക്കാം. ഞാനിതിൽ വാളൻപുളിയുടെ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പം ഇനി നന്നായിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമുക്കിതിനെ നന്നായിട്ട് കുക്ക് ചെയ്യാം. നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് വെള്ളമെല്ലാം വറ്റിയിട്ട് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്ന ആ ഒരു ടൈം വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി തെളിഞ്ഞിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത് വെച്ചിട്ടുള്ള മത്തിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. മത്തി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഈ മസാലയിൽ ഇതിൻ്റെ മേലേക്ക് കുറച്ച് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണമെന്ന് മാത്രം, കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് സാവധാനത്തിലാണ് നമ്മളിപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് സമയം ഇതുപോലെ തന്നെ ഫ്രൈ ആയി വരട്ടെ. അതിനുശേഷം നമുക്കിത് വീണ്ടും മറച്ചിട്ടിട്ട് തിരിച്ചും മറച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്തിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. കറിവേപ്പില ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇതിൽ കറിവേപ്പില ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി നന്നായിട്ട് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാടി വന്നിട്ടുണ്ട് കറിവേപ്പില. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പം ഇത് കൂടി മറച്ചിട്ടിട്ട് എല്ലാം മറച്ചിട്ടിട്ട് ഇതുപോലെ ആക്കിയിട്ട് പിന്നെയും ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മത്തി നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയത്. അത് വീഡിയോ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പം അത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഇഷ്ടപ്പെട്ടിന്. പക്ഷേ എന്നാലും നമ്മൾ സാധാരണ മത്തി പൊരിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.